CPIയുടെ സംവരണ നിലപാടിൽ നിന്നും തുടങ്ങാം നമുക്ക്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അംഗീകരിച്ച നയരേഖ അനുസരിച്ച് വർഗ സിദ്ധാന്തമാണ് നിലനിൽക്കുന്നത്. CPIയുടെയും CPIMന്റെയും മാത്രമല്ല RSPയുടെയും ഫോർവേഡ് ബ്ലോക്കിന്റേതുമൊക്കെ അങ്ങനെ തന്നെയാണ്. ആഗോള കമ്മ്യൂണിസത്തെ അതുപോലെ പകർത്തിയതിനാൽ ജാതി എന്ന സംവിധാനം ആ നയപരിപാടിയിൽ ഉണ്ടായിരുന്നില്ല. ജാതി ഉന്മൂലനം ചെയ്യണമെന്നാണ് നയം. അതിനാൽ ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം നിലനിൽക്കില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നത്. ജാതിയാണ് ഇന്ത്യയുടെ പരമമായ യാഥാർത്ഥ്യം എന്നതിനാലാണ് ഈ നയവുമായി വന്ന പാർട്ടികൾ രാജ്യവ്യാപകമായി പടർന്നു പന്തലിക്കാതെ പോയത്. ജാതീയമായ അടിച്ചമർത്തലിനെ ജന്മിത്തപരമായ അടിച്ചമർത്തൽ മാത്രമായി കണ്ടു. ഉത്തർപ്രദേശിലും ബീഹാറിലും ഹരിയാനയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഒന്നും ആ വാദം വിജയിച്ചില്ല. അവർക്കൊക്കെ ജാതി തന്നെയായിരുന്നു കഷ്ടപ്പാടിന്റെ പരമമായ കാരണം. ഉന്നത ജാതിയിൽ പിറന്നവർക്ക് മാത്രമായിരുന്നു ആസ്തിയും സ്ഥാവര ജംഗമ വസ്തുക്കളും. ജാതീയമായി ഈ വിഷയങ്ങളെ കാണാതെ ഒരിക്കലും അവരുടെ മോചനം സാധ്യമാകുമായിരുന്നില്ല. അങ്ങനെ ഒരു തത്വശാസ്ത്രത്തിലേക്ക് വരാൻ വൈകി എന്ന് മാത്രമല്ല, ചർച്ചകൾ പോലും നടത്തിയിരുന്നില്ല. അതായിരുന്നു അന്നത്തെ ഇടതുപക്ഷം.